പുതിയ DGP നിയമനം കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയാണ്. ഇവിടെ എന്തിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ CPM അന്ന് സമരം നടത്തിയത്? ആ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾ നടത്തുന്നത് CPM-കാർ തന്നെയാണ്. അന്ന് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച ആളിനെ DGP ആക്കുന്നതിനെതിരെ P. ജയരാജൻ പറഞ്ഞ കാര്യം പിൻവലിക്കുന്നത് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ഇത് രക്തസാക്ഷികളെ വഞ്ചിച്ചുകൊണ്ടുള്ള കടുത്ത ഒരു അനീതിയാണ് ഈ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തിരുത്തണം. അല്ലെങ്കിൽ എവിടെ ചന്ദ്രശേഖരനെ അന്ന് പ്രതി ചേർത്തത് തെറ്റാണെന്ന് എന്ന് പറയാനുള്ള ആർജവം കാണിക്കണം. അത് കാണിക്കാതെ ഞങ്ങൾ അദ്ദേഹത്തിനെതിരല്ല. കാരണം അന്ന് കൂത്തുപറമ്പ് മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയ കലാപമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നു. ഇപ്പോൾ ഇത് അമിത്ഷായുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പിണറായി വിജയൻ DGP ആക്കുമ്പോൾ അത് അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇത് 15 വർഷം കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിച്ചു സ്വാഭാവികമായി IPS ഉദ്യോഗസ്ഥന്മാരെ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെയാണ് ഏറ്റവും സുപ്രധാനമായ ഇന്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിയമനം ലഭിച്ച ആളെയാണ് ഇപ്പോൾ DGP ആക്കിയത്. അപ്പൊ പിണറായി വിജയന് കഴിഞ്ഞകാല സഹാക്കളോടോ അവരുടെ സമരങ്ങളോടോ ഒന്നും ഒരു പ്രതിബദ്ധതയും ഇല്ല എന്ന് വീണ്ടും അതുകൊണ്ട് കൂത്തുപറമ്പ് സമരം തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയൻ തയ്യാറാണ്. കൂത്തുപറമ്പ് സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ പശ്ചാത്തപിക്കുന്നതായിട്ട് മുഖ്യമന്ത്രി പറയാൻ തയ്യാറാക്കും. ഏതായാലും DGP-യുടെ ആദ്യത്തെ സന്ദർശനവും പരിപാടിയും കണ്ണൂരായത് വളരെ നന്നായി.